ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ വരുന്ന ഇടത്തേക്കൊന്ന് പോയി നോക്കട്ടെ. ഇത് എവിടെയാണ് ഈ വില കൂടുന്നതെന്ന് അറിയണമല്ലോ. വെളുത്തുള്ളി അതുപോലെ തന്നെ സവാളയായാലും ഇതെല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്നത് നമ്മൾ കേരളത്തിലല്ല. കേരളത്തിൽ കുറച്ചൊക്കെ നമുക്ക് കൃഷിയുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിലേക്കൊന്ന് പോകാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പാടങ്ങളിലേക്കൊക്കെ നേരിട്ട് പോയ ഒരാൾ ദില്ലിയിൽ ഇപ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ PR സുനിൽ. ഗുഡ് ഈവനിങ് PR സുനിൽ. ഇവിടെ കേരളത്തിൽ സാധനങ്ങൾക്കൊക്കെ പൊന്നു വിലയാണ്. കുറച്ചൊക്കെ ഉപയോഗിച്ചാൽ മതിയെന്നൊക്കെ വീട്ടമ്മമാർ തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ പോയപ്പോൾ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളിൽ ഈ പാടങ്ങളിലൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് എന്താണ്? അവർക്ക് ഈ വിലയൊക്കെ കിട്ടുന്നുണ്ടോ? സുജയ, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഡൽഹിയിലെ ഒരു മാർക്കറ്റിൽ നിന്ന് ഞാൻ 1 കിലോ സവാള മേടിച്ചത് 80 രൂപയ്ക്കാണ്. അപ്പോഴാണ് ഞാൻ മഹാരാഷ്ട്രയിൽ നാസിക്കിലെ ഒനിയൻ ബെൽറ്റിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് അവിടുത്തെ വിലയും ഇവിടുത്തെ വിലയും തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലായത്. 1 കിലോ സവാള കർഷകൻ ഇടനിലക്കാർക്ക് നൽകുന്നത് 8 രൂപയ്ക്കോ 9 രൂപയ്ക്കോ അല്ലെങ്കിൽ 10 രൂപയ്ക്കോ ആണ്. ഇങ്ങനെ 10 രൂപയിൽ താഴെ മാത്രം ഒരു കർഷകന് കിട്ടുന്ന സവാളയാണ് വിപണിയിലെത്തുമ്പോൾ 80 രൂപയും 90 രൂപയും അല്ലെങ്കിൽ 100 രൂപയുമായി മാറുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പണം മാത്രമേ കിട്ടുന്നുള്ളൂ. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്നത് കർഷകരിൽ നിന്ന് ഈ സവാള സംഭരിക്കും അല്ലെങ്കിൽ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കും. പിന്നീട് ഇടനിലക്കാർ ഇത് ഒരുപാട് ദിവസം ഇത് സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ശേഷം വിപണിയിൽ കൃത്രിമ ഒരു ക്രൈസിസ് ഉണ്ടാകും. അങ്ങനെയാണ് ഇതിൻ്റെ വിലക്കയറ്റം ഉണ്ടാക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതൊക്കെ തടയാനായി ശക്തമായ നടപടി പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാരുകളും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതൊന്നും വിപണിയിൽ പ്രതിഫലിച്ച് കാണുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുതന്നെയാണ് ഈ വിപണിയിൽ ഇത്രയും വലിയ തോതിൽ ഈ പച്ചക്കറി ക്ഷാമം ഉണ്ടാകുന്നത്, വില വർധനവ് ഉണ്ടാകുന്നത്. ഏതായാലും കർഷകന് ഇതിൻ്റെ നേട്ടം കിട്ടുന്നില്ല, സാധാരണക്കാർ അതിൻ്റെ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഇടനിലയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു ലാഭം കൊയ്യുന്നത്, അവരാണ് കൊള്ളലാഭം ഉണ്ടാക്കുന്നത്, കൃത്രിമ വിലക്കയറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്, കാലാകാലങ്ങളായി തുടരുന്ന ഒരു വിഷയമാണ്. ഏതായാലും ഇതിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഇടപെടലുകൾ വളരെ ശക്തമായി വേണം. ഈ സവാള എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു സവാളയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയം തന്നെ തകിടം മറിയാം, സംസ്ഥാന മന്ത്രിസഭകൾ തന്നെ തകിടം മറിഞ്ഞൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മഹാരാഷ്ട്രയിൽ സീറ്റുകൾ കുറയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സവാളയായിരുന്നു. സവാളയുടെ കയറ്റുമതി തീരുവ കേന്ദ്ര സർക്കാർ കൂട്ടിയത് ഈ നാസിക്കിലെ നോർത്തേൺ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ വലിയ വിഷയമാവുകയും അന്ന് ആ മേഖലയിൽ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാനായി പോയപ്പോൾ അവിടുത്തെ കർഷകരെയും അതുപോലെ തന്നെ അവിടുത്തെ കർഷക നേതാക്കളെയും ഒക്കെ തന്നെ തടങ്കലിൽ വെക്കേണ്ട ഒരു സാഹചര്യം അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഗൗരവമായൊരു വിഷയമാണ് ഈ സവാള എന്ന് പറയുന്നത്. ഏതായാലും അതൊക്കെ പരിഹരിച്ചു, വലിയ വിജയം മഹാരാഷ്ട്രയിൽ BJP ഇപ്പോൾ നേടുകയും ഒക്കെ തന്നെ ചെയ്തു. അത് രാഷ്ട്രീയ വിഷയം. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കർഷകന് വളരെ കുറഞ്ഞ പൈസ, സാധാരണക്കാർക്ക് വലിയ കൂടിയ പൈസ കൊടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട ഒരു ഗതികേടാണ്. കാർഷിക മേഖലയിലൊക്കെ തന്നെ സഞ്ചരിക്കുമ്പോൾ കർഷകർ പറയുന്നത് അവർക്ക് ന്യായവില കിട്ടുന്നില്ല. 1 ഏക്കർ കൃഷി ചെയ്യാൻ 30,000 40,000 രൂപ അവർക്ക് ചിലവ് വരും. പക്ഷേ അതിൻ്റെ പകുതി പോലും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. ഇതാണ് കാർഷിക മേഖലയിലെ പ്രശ്നം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇതൊരു യാഥാർത്ഥ്യമാണ്.